ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഈ ഇടയ്ക്കൊരു ക്ലാസ്സിൽ വായിച്ചായിരുന്നു. ജെയിൻ എയർ, ചാർലറ്റ് ബ്രോണ്ടയുടെയാണ്. നല്ല പുസ്തകമാണ്. 1847 എഴുതിയതാണ്. ആ സമയത്ത് യു കെയിൽ വുമണിനൊന്നും വലിയ റൈറ്റ് ഒന്നും ഇല്ല, വോട്ടിംഗ് റൈറ്റ് ഒന്നും ഇല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് സൊസൈറ്റി ഒന്നും വിശ്വസിച്ചിരുന്നില്ല. ആ സമയത്ത് ഈ പുള്ളിക്കാരി ഒരു മാനിൻ്റെ സൗണ്ട് ചെയ്യുന്ന ഒരു പെൻ നെയിമിൽ എഴുതിയ ഒരു പുസ്തകമാണ്. വളരെ നല്ല ബുക്കാണ്. ഈ 20-year-old ഒരു പെൺകുട്ടി ഓർഫനാണ്. അവളുടെ വിൽ പവറും വാല്യൂസും കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബ്രേവായിട്ട് ഈ സൊസൈറ്റിയിൽ ജീവിച്ചതിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ നല്ലൊരു സ്റ്റോറിയാണ്. അതിൻ്റെ അകത്ത് റൊമാൻസ് ഉണ്ട്, ഒരു ഏജ് ഗ്യാപ്പ് റൊമാൻസ് ആണ്. ഈ ലവ് ഈസ് ബ്ലൈൻഡ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ബ്ലൈൻഡായിട്ട് ഡിസിഷൻ എടുക്കുക ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല. വളരെ തിങ്ക് ചെയ്ത് വളരെ മെച്യൂറായിട്ട് ഈ റൊമാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വേറെ പല സൊസൈറ്റിയുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പം ക്രിസ്ത്യൻ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഹിപ്പോക്രസിയെ കുറിച്ചും, പക്ഷേ എന്നിരുന്നാലും നല്ല ക്രിസ്ത്യൻസിനെ കുറിച്ചും അവരുടെ വാല്യൂസിനെ കുറിച്ചും പറയുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ അന്ന് മിഷണറി ആയിട്ട് പോയ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഈ ബുക്ക് കവർ ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്കും ആ കാലത്തെ യു കെയെ കുറിച്ചും പല കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വളരെ നല്ലൊരു പുസ്തകമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ആണ്. അപ്പോൾ എല്ലാവരും വായിക്കുക. ചാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ എയർ. ബൈ ബൈ.